പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മൾ അമ്മയെന്നാണ് ആദ്യം വിളിക്കുന്നത്. അമ്മ എന്നുള്ളത് വലിയൊരു വികാരം തന്നെയാണ്. ഇന്നൊരു പക്ഷേ അമ്മമാരെ കുറിച്ച് മക്കളാരും ചിന്തിക്കാറില്ല. അമ്മമാരെ ഏറ്റെടുക്കുന്ന ത്യാഗമോ വേദനയോ. ഒരു തവണ പള്ളിയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു യുഗം മുഴുവൻ കണ്ണീരിലാട്ടിയാലും ഹൃദയം തകർത്ത് തല്ലി ഉടച്ചാലും ഒരു കടലോളം സ്നേഹം ഉള്ളിൽ കാക്കുന്നവൾ എവിടേക്ക് അതിനൊടുവിൽ മടങ്ങിയെത്തുമ്പോൾ സാന്ത്വനം പകരാൻ ഒരു നെഞ്ച്, ധൈര്യം പകരാൻ ഒരു സ്പർശം, എല്ലാം പറഞ്ഞിട്ടും മുഴുവൻ മനസ്സിലാക്കിയിട്ടും പിന്നെയും സ്നേഹിക്കുന്നവൾ, വിശ്വസിക്കുന്നവളാണ് അമ്മ. അല്ലെങ്കിൽ 80 കഴിഞ്ഞ അമ്മ തന്റെ പ്രിയപ്പെട്ട പേരക്കുഞ്ഞിനെ കാത്ത് എന്തിനു വേണ്ടിയിട്ടാണ് പടിവാതിലിൽ കാത്തു നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഓരോ അമ്മമാരും തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒത്തിരിയേറെ ത്യാഗം സഹിക്കുന്നു. എനിക്ക് വിശപ്പില്ല, നിനക്കാണ് വിശപ്പെന്ന് എത്രയോ നാളെ പാടി കൂട്ടിയതും പാടി ഉറക്കിയതും നമ്മുടെ അമ്മമാരെ കുറിച്ച് കവികൾ പോലും പാടി വയ്ക്കുന്നത് ഇപ്രകാരം: പാൽ നിലാവുകൾ പെയ്തിറങ്ങും സ്നേഹിത് കാതയാൻ എന്നമ്മയെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കൊതിക്കും. ഇങ്ങനെ കവികൾ പോലും അമ്മമാരെ കുറിച്ച് വാനോളം പാടി പുകഴ്ത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെയും അമ്മമാരെ കുറിച്ച് നമ്മളോട് പറഞ്ഞാൽ നമുക്കും വാദവരാതെ അമ്മമാരെ കുറിച്ച് പറയാനായിട്ട് സാധിക്കും. അമ്മയുടെ കണ്ണിലൂടെയാണ് ഈ ലോകത്തെ ആദ്യമായിട്ട് കണ്ടുണരുന്നത് മക്കളായ നമ്മൾ ഓരോരുത്തരും. തീർച്ചയായിട്ടും പണ്ട് ഈ അമ്മമാരൊക്കെ കണ്ണിലെ കൃഷ്ണമണികളായിരുന്നു. ഇന്ന് അമ്മമാരൊക്കെ കണ്ണിലെ കരടായിട്ട് യഥാർത്ഥത്തിൽ മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കണ്ണിലെ കരടായിട്ട് മാറുന്ന മറിച്ച് കണ്ണിലെ കൃഷ്ണമണികളായിട്ട് അമ്മമാരെ കാണുവാനായിട്ട്, അമ്മമാരെ കരുതുവാനായിട്ട്, അവരെ സംരക്ഷിക്കുവാനായിട്ട്, അവർക്ക് വേണ്ടുന്നുള്ള പരിചരണങ്ങളൊക്കെ കൊടുക്കുവാനായിട്ട് മക്കളായ നമുക്ക് സാധിക്കട്ടെ എന്ന വലിയ ആശംസയോടുകൂടെ നമ്മുടെ സിസ്റ്റർ കേക്ക് മുറിക്കുന്നു. അമ്മയും മോനും കൂടെ മുറിക്കാം. ഹാപ്പി മദേഴ്സ് ഡേ. എല്ലാ അമ്മമാരെ മോൻ വിളിക്കും. എല്ലാവരും മുട്ടായി എടുക്കാൻ വാ. കേക്ക് മുട്ടായി എടുക്കും. മതി എന്നാ എനിക്ക്